ചുരിദാറിനും കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ക്വയർ നെക്ക് ഡിസൈൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാൻവാസ് ഷീറ്റിലാണ്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റിൽ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം തെന്നി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കഴുത്തിരി വരുന്നത് 9 ഇഞ്ചാണ്. അതുകൊണ്ട് 4.5 ഇഞ്ച് നമ്മൾ കഴുത്തിരി മാർക്ക് ചെയ്തു. അതേപോലെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു 4.5 ഇഞ്ച് നമ്മൾ കഴുത്തിന് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 5.25 ഇഞ്ചാണ് കഴുത്തിന് ഇറക്കം വേണ്ടത്. നമ്മൾ 4 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗം അടിച്ച് പോകും. അതുകൊണ്ട് നമ്മളൊരു 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഈ സൈഡിലും 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 2 പോയിന്റും ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ബോക്സ് വരച്ചു കൊടുക്കുക. അടിവശത്ത് നെക്കിന്റെ വിരിവ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ചെറുതായിട്ട് സ്ലോപ്പായിട്ട് നമ്മൾ നെക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് സ്ലോപ്പായിട്ട് നമ്മൾ നെക്ക് വരക്കുന്നു കേട്ടോ. ഇനി ഈ ഒരു കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് കർവാക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടോ ഇതേപോലെ ഒന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ 1 ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഔട്ടർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബോക്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കോർണർ സൈഡും ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ നെക്ക് പടി നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെന്റ് പ്രകാരം കട്ട് ചെയ്താണ്ടോ ഇതേപോലെ നമ്മൾ നെക്ക് പടി നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിന്റെ വിരിവ് മാറാതെ കറക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ക്യാൻവാസ് തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഔട്ടർ സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് ഈ ഒരു ഷീറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ടോപ്പ് ഭാഗവും അതുപോലെ സെൻറ്റർ കൂടെ നമുക്കൊന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇന്നുണ്ടോ ഇതേ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കഴുത്ത് നമ്മൾ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിനേക്കായിട്ട് ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറിൻ്റെ മുകളിലേക്ക് വരുന്ന ഇതേ രീതിയിൽ പിടിച്ച ശേഷം ഈ ഒരു എൻഡിലൂടെ നമ്മുടെ ചുരിദാറിൻ്റെ തുണിയിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതേപോലെ നമ്മുടെ ആ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് ഷീറ്റ് നേരെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്വയറിനെ കേർവ്ഡ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.